ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കണം. എൻ്റെ അടുത്ത് കമന്റ് ബോക്സിൽ കുറേ പേരായിട്ട് ചോദിച്ചിട്ടുണ്ട്, മോക്കൊരു ഫേസിലെ മോക്കൊരു എങ്ങനെയാണ് പെർമനന്റ് ആയിട്ട് മാറുക, അതുപോലെ തന്നെ മോക്കൊരു ഫേസിൽ ഉണ്ടാവുന്ന പാടുകൾ എങ്ങനെയാണ് ഞാൻ മാറ്റിയത് ഒക്കെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഓയിൽമെന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓയിൽമെന്റ് ഏതാണ്, അത് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത്, എൻ്റെ ഫേസിലെ മോക്കൊരു എങ്ങനെയാണ് മാറിയത്, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞൊരു റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ. അപ്പോൾ എൻ്റെ ഒരു പിമ്പിളിൻ്റെ ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു 8th 9th സ്റ്റാൻഡേർഡിലാണ് എനിക്ക് എൻ്റെ പിമ്പിൾ എൻ്റെ ഫേസിൽ വന്നത്. അപ്പോൾ എന്ന് പറയുമ്പം എനിക്ക് ചെറിയ പിമ്പിളായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. 1-2 പിമ്പിൾസാണ് ഫേസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ മമ്മിക്ക് ഈ ഒരു ഏജിൽ ഇതുപോലെ നല്ല പിമ്പിൾസ് ഫേസിലുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തൊരു ഓയിൽമെൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു കുറവുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ. 1-2 വർഷം ഞാനത് യൂസ് ചെയ്തപ്പം എനിക്ക് ഫേസിൽ പിമ്പിൾസ് കുറവുണ്ടായിരുന്നു. പിന്നെ എനിക്കത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ അത്രത്തോളം എഫക്റ്റീവ് ആവണില്ല. എൻ്റെ ഫേസിലെ പിമ്പിൾസ് കുറവ് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഈ ഒരു ഓയിൽമെന്റ് സജസ്റ്റ് ചെയ്തപ്പോൾ അവർക്കും നല്ലൊരു എഫക്റ്റീവ് റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഓയിൽമെന്റിന്റെ വീഡിയോ ഞാൻ വേറെ വീഡിയോയിലൂടെ റിവ്യൂ തരാം. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ പിന്നെ ആ ഒരു ഓയിൽമെന്റ് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അത്ര എഫക്റ്റീവ് ആവണില്ല. എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് പിന്നെ കൂടി തുടങ്ങി എന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ. അപ്പോൾ എൻ്റെ പിമ്പിൾസ് എങ്ങനെ എൻ്റെ ഫേസിൽ വരണേന്ന് വെച്ചാൽ എനിക്ക് ഫേസിൽ ഫുള്ള് ഇങ്ങനെ വരാറില്ല. പിന്നെ എനിക്ക് വരാറുള്ളത് ഈ ഒരു 2 ഭാഗത്താണ് എനിക്ക് പിമ്പിൾസ് വരാറുണ്ടായിരുന്നത്. അതിങ്ങനെ വരണേന്ന് വെച്ചാൽ ഒരു 4-5 പിമ്പിൾസ് എൻ്റെ ഫേസിൽ ഈ ഒരു ഭാഗത്ത് നല്ല വലിയ നല്ല പഴുത്ത് അതേപോലെ എനിക്ക് വരാറുണ്ടായിരുന്ന പിമ്പിൾസ്. ആ കുഴികളാണ് എൻ്റെ ഫേസിൽ ഇപ്പോൾ കാണുന്ന ഈ 2 ഭാഗത്തായിട്ട്. അല്ലാതെ എൻ്റെ ഫേസിൽ മൊത്തം എനിക്ക് വരാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഫോട്ടോസും വീഡിയോസാണ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതും വിശ്വാസമായില്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ്, എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൽ ഈ ഒരു ഭാഗത്ത് എനിക്ക് അത്രത്തോളം പിമ്പിള് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് ഹോം റെമഡീസും കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫുഡും ഓയിൽ ഫുഡ്സും ഒക്കെ നല്ലപോലെ ഞാൻ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്ര ഗുണം കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പഴയ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എനിക്ക് നല്ലപോലെ പിമ്പിൾസ് നല്ല പഴുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ എന്നെ ആദ്യം കാണുമ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് എൻ്റെ ഫേസിൽ എന്താ ഇതുപോലെ ഇങ്ങനെ പിമ്പിൾസ് നിൽക്കണേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ 3-4 എണ്ണം ഒരുമിച്ച് പഴുത്ത് ഇങ്ങനെ നിൽക്കായിരിക്കും. അപ്പൊ ആൾക്കാരെന്നെ ഇങ്ങനെ ചോദിക്കും എന്താണ് ഫേസിൽ ഇങ്ങനെ പിമ്പിൾ വരണേന്ന്. അപ്പൊ നമുക്ക് തന്നെ എന്താ ഒരു മാതിരി ആവും അവരുടെ ഇങ്ങനെ ചോദ്യം കേൾക്കുമ്പോൾ. അങ്ങനെയാണ് ഞാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ ആളെനിക്കൊരു ഓയിൽമെന്റ് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. അപ്പൊ ആ ഒരു ഓയിൽമെന്റ് എനിക്ക് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് ഇതുപോലെ എൻ്റെ ഫേസിൽ ഇതുപോലെ പിമ്പിൾസ് ഒക്കെ മാറി. ഒരാഴ്ച തന്നെ ഈ ഒരു ഓയിൽമെന്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുള്ള പിമ്പിൾസ് എനിക്ക് നല്ലപോലെ കുറഞ്ഞു. പിന്നെ 1 മാസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പം എനിക്ക് നല്ലപോലെ ചേഞ്ചാണ് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 5 മാസം 6 മാസമായി ഞാനിപ്പോൾ ആ ഒരു ഓയിൽമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഞാൻ അത്യാവശ്യം അത്രത്തോളം ഞാൻ ഓയിൽ ഫുഡ്സ് ഞാൻ കഴിക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഫേസിൽ എനിക്കിപ്പോൾ അങ്ങനെ പിമ്പിൾസ് വരുന്നില്ല. അപ്പോൾ ആ ഒരു ഓയിൽമെന്റ് ആണ് ഇത് എന്ന് പറയുമ്പം ക്ലിമിൻ സ്കിൻ ആണ് ഈ ഒരു ഓയിൽമെന്റിന്റെ പേര്. അപ്പം ഈ ഒരു ക്രീം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടാകുമ്പം ഒരു 8 മണിക്ക് ആദ്യം തന്നെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടും എനിക്ക് ഡോക്ടർ ഒരു ഫേസ് വാഷ് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ റിവ്യൂ തരാട്ടോ. പിന്നെ ബാക്കി പറയുകയാണെങ്കിൽ ആദ്യം ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് ഈ ഒരു ക്രീം നമ്മൾ ഫേസിൽ എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്യണം. പിന്നെ അതിന്റെ മുകളിൽ ഈ പാടൊക്കെ ഉണ്ടാവില്ല, നമുക്ക് പിമ്പിൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു നല്ല പാട്. അപ്പൊ അത് മാറാനായിട്ടും എനിക്ക് ഡോക്ടർ വേറൊരു ക്രീം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്രീമിന്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഇടാം. ആ ക്രീമും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ എന്നാൽ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് എന്നെ ഫേസ് വാഷ് ചെയ്ത് കളയാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസിലെ പിമ്പിൾസ് മിക്കതും പോയിട്ടുണ്ട്.
പിന്നെ എൻ്റെ ഫേസ് അത്യാവശ്യം നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേസിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു പിമ്പിള് എന്നുവെച്ചാൽ ആ പിമ്പിള് വന്നിട്ടുള്ള ആ ഒരു കുഴികൾ മാത്രമാണ് ഇപ്പം എൻ്റെ ഫേസിന് എനിക്ക് ഉള്ളൂ. അപ്പം ഇത് എന്നെ പോലെ തന്നെ കുറേ പേര് ഇതുപോലെ പിമ്പിൾസ് വന്നിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടും പോവാത്തവരുണ്ടാവും. അപ്പം അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ എനിക്ക് കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഫേസിലെ പിമ്പിൾസ് മാറുക അങ്ങനെ ചോദിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും കൂടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് പോവാനും വളരെ ഹെൽപ്ഫുൾ ആട്ടാ. പിന്നെ നമ്മുടെ ഹോം റെമഡീസ് നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് ആയിരിക്കും നമുക്ക് ഉണ്ടാവാൻ. അപ്പൊ ഞാൻ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓയിൽമെന്റിന്റെ വീഡിയോ ഞാൻ ചെയ്യാം. ചിലർക്ക് ചിലപ്പം ആ ഒരു ഓയിൽമെന്റ് ആയിരിക്കും സ്യൂട്ട് ആവുക, ചിലർക്ക് ഈ ഒരു ഓയിൽമെന്റ് ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്യാം, അതിന്റെ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂട്ടാ. അപ്പം എല്ലാവരും ഇതുപോലെ പിമ്പിൾസ് മാറാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്രീം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇത് പറയണേ, നിങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ വീഡിയോസിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പം നിങ്ങളെല്ലാവരും പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ക്രീം ക്ലിമിൻ സ്കിൻ ഒന്നുകൂടെ പറയാം, ക്ലിമിൻ സ്കിൻ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത കുഞ്ഞു ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് എടുക്കണം അതല്ലോ.